പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമാകുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് ഇനി പറയാൻ പോകുന്ന 2 നോമ്പ് നോൽക്കാൻ സാധിച്ചാൽ അവർക്ക് വല്ലാത്ത മഹത്വമാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ ദിവസവും പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യത്തെ ദിവസവും സുന്നത്ത് നോമ്പ് നോറ്റുപോയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജഅലഹുല്ലാഹു കഫാറതൻ 50 സന. അല്ലാഹു പടച്ച റബ്ബ് ഈ 2 നോമ്പുകള് അവന്റെ 50 വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ദുൽഹിജ്ജയിലെ അവസാനത്തെ ദിവസവും മുഹറമിലെ ആദ്യത്തെ ദിവസം നോമ്പ് നോൽക്കാൻ സാധിച്ചാൽ ഒരു വർഷം അവസാനിച്ച് പുതിയൊരു വർഷം ആരംഭിക്കാൻ ആ വർഷത്തിലെ അവസാനത്തെ ദിവസവും വരാനിരിക്കുന്ന പുതിയ വർഷത്തിലെ ആദ്യത്തെ ദിവസവും ഒരാൾ നോമ്പ് നോറ്റാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ജഅലഹുല്ലാഹു കഫാറതൻ 50 സന. അല്ലാഹു തആല അവന്റെ ആ 2 നോമ്പുകൾ 50 വർഷത്തെ അവന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദുൽഹിജ്ജയിലെ അവസാനത്തെ ദിവസം, അപ്പൊ നമുക്ക് ദുൽഹിജ്ജ 29 മാസം കാണുമോ ഇല്ലയോ അറിയൂല. അപ്പൊ അതുകൊണ്ട് 29 നോമ്പ് നോറ്റതുമില്ല, 30 ആകുന്നു കരുതി 30 കാത്തിരുന്നു, പക്ഷെ 29 മാസം കണ്ടു. അപ്പൊ നമുക്ക് ഈ നോമ്പ് നഷ്ടമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ദുൽഹിജ്ജ 29 നോമ്പ് നോൽക്കുക. അന്ന് മാസം കണ്ട പിറ്റേന്ന് മുഹറം 1, അപ്പൊ അന്നും നോൽക്കുക. ഇനി 29 നോറ്റു, അന്ന് മാസം കണ്ടില്ല, എന്നാൽ പിറ്റേന്ന് 30 നോൽക്കുക, മുഹറം 1 നോൽക്കുക. അപ്പൊ നമുക്കത് നഷ്ടപ്പെടാതെ ഈ 2 നോമ്പുകൾ കരസ്ഥമാക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ്